ഹായ് ഹലോ, സാഗർ ഫിഷ് വേൾഡ് ബാംഗ്ലൂരിൽ നിന്നാണ്. നല്ല അടിപൊളി തെരണ്ടി വന്നിട്ടുണ്ട്. നല്ല പുള്ളി തെരണ്ടിയാണ്. തെരണ്ടിൻ്റെ ബാക്ക് കണ്ടിട്ട് തെരണ്ടിൻ്റെ വയറ്റിനകത്ത് കുഞ്ഞുങ്ങൾ എന്നാണ് തോന്നുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെന്ന് നമുക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ റൗണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യാറുള്ള വയറിൻ്റെ ഒരു ഭാഗം റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാറുള്ള പതിവുള്ളത്. ഇത് നമുക്ക് ആ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യുന്ന ആളങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് ആൾ കട്ട് ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആ ഒരു യെല്ലോ കളർ കണ്ട വീടൊക്കെ നമുക്ക് ആ വയറിൻ്റെ ഭാഗത്ത് യെല്ലോ കളർ കണ്ട കുഞ്ഞുങ്ങൾ ഒന്നാണോ രണ്ടാണോ നോക്കാം. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 2 കുഞ്ഞുങ്ങളുണ്ട്. മീനുകളിൽ പ്രസവിക്കുന്ന മീനുകൾ വളരെ കുറവാണ്. പ്രസവിക്കുന്ന മീനുകൾ ഒന്ന് തിരണ്ടി, പിന്നെ ഒന്ന് ഷാർക്ക്, പിന്നെ വേറെ 2-3 ഫിഷുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ കുറവാണ് പ്രസവിക്കുന്ന മീനുകൾ. ബാക്കിയുള്ള എല്ലാം മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് മറ്റുള്ള മീനുകൾക്ക് ആയി വരുന്നത്, വലിയ മീനായി വരുന്നത്. അതുപോലെ തന്നെ തിരണ്ടിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. തിരണ്ടിൻ്റെ ടേസ്റ്റ് തിരണ്ടി തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കുന്നവരുണ്ട്. സാധാരണ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന പോലെ തിരണ്ടി നല്ല ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. നാട്ടിലും ഇവിടെയും നമുക്ക് വേറെ തിരണ്ടി കിട്ടാറുണ്ട്. കാക്കത്തിരണ്ടി എന്ന് പറഞ്ഞുള്ള തിരണ്ടി കിട്ടാറുണ്ട്. അത് ഒരു കാരണവശാലും വാങ്ങിയിട്ട് കഴിക്കരുത്. അതിൻ്റെ ടേസ്റ്റ് ഒരു ഉണക്കമീനല്ല. ശരിക്കും അത് പറയുന്നുണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ ഒരു സ്മെല്ലായിരിക്കും അതിന്. ചില ആളുകൾ അത് ഈ കാക്കത്തിരണ്ടിക്ക് മൂത്രത്തിരണ്ടി എന്നും പറയാറുണ്ട്. അപ്പം ഈ മൂത്രത്തിരണ്ടി നമ്മൾ ഏതെങ്കിലും തവണ തിരണ്ടിനോടുള്ള ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഈ മീനിനോടുള്ള ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നീട് നമുക്ക് തിരണ്ടി കഴിക്കാനുള്ള താല്പര്യം നമുക്ക് പോവും. ഒരു കാരണവശാലും തിരണ്ടി വാങ്ങുമ്പോൾ മൂത്രത്തിരണ്ടി വാങ്ങിയിട്ട് കഴിക്കരുത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ചോദിക്കണം മൂത്രത്തിരണ്ടിയാണോ അല്ലെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഫിഷ് നേരെ എടുത്തിട്ട് ഫിഷ് മണത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഫിഷ് എടുത്തിട്ട് ഫിഷ് നമ്മൾ മൂക്കിനടുത്ത് വെച്ചിട്ട് മണത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് കാക്കത്തിരണ്ടിയാണോ മറ്റേ സാധാ തിരണ്ടിയാണോ എന്നുള്ളത്. വെള്ളത്തിരണ്ടിയാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, സാധാ മീനിൻ്റെ സ്മെല്ലുണ്ടാവുള്ളൂ. മൂത്രത്തിരണ്ടി കാക്കത്തിരണ്ടി ആണെന്നുണ്ടെങ്കിൽ മൂത്രത്തിരണ്ടി കാക്കത്തിരണ്ടി ഒന്നെണ്ണ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പല പേരിൽ പറയുന്നതാണ്. അതാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു മൂത്രത്തിൻ്റെ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊരു കാരണവശാലും വാങ്ങിയിട്ട് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ കഴിക്കാനുള്ള എല്ലാ പൂതിയും നമുക്ക് തീരും. പിന്നെ ഇത് ഹിന്ദിക്കാരധികം ഇതിന് ശങ്കർ മച്ച് എന്ന് പറയുന്നത്, ശങ്കർ ഫിഷ് എന്നതിന് പറയുന്നത് ഹിന്ദിക്കാരിത് ബംഗാളികൾ കണ്ടാൽ ഇത് വേഗം വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ നമ്മളെ മലയാളികളും തമിഴന്മാരാണ് ഇത് അധികം വാങ്ങിക്കൊണ്ടുവരുന്നത്. മലയാളികളെക്കാളും കൂടുതൽ ഇത് വാങ്ങിക്കൊണ്ടുവന്നവർ തമിഴന്മാരാണ്. തിരണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുള്ളും ഇതിനകത്ത് നമുക്ക് ഒഴിവാക്കാൻ ഉണ്ടാവില്ല. മുള്ളെന്ന് പറയാനുള്ള മുള്ള അതിനുണ്ടാവില്ല. ഫുള്ള് മറ്റേ കറുമുറു മുള്ളായിരിക്കും. ആ മുള്ളടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും. അപ്പം നാട്ടിൽ നിന്നോ പുറമെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേഗം വാങ്ങുക. നല്ല ഫ്രഷ് തിരണ്ടിയുടെ കണ്ണൊക്കെ കണ്ട നല്ല ക്ലിയറിൽ നിൽക്കുന്നുണ്ട്. കണ്ണൊക്കെ മാംസം കൊണ്ട നല്ല ചോപ്പളറായിട്ട് അതിൻ്റെ മീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.